ട്രൈബൽ മിഷൻ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വശ്യസുന്ദരമായ കാനനത്തിൻ്റെ ഹരിതഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രാ പ്രേമികൾക്ക് അനുഭൂതി ഉണർത്തുന്ന ഒരു അനുഭവമാണ്. പത്തനംതിട്ട ജില്ലയിലെ ലാഹയിൽ നിന്നും പമ്പ വരെ ഉള്ള ശബരിമല പൂങ്കാവനം, തലപ്പാറ കോട്ട, പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ, നിലയ്ക്കൽ ആദിവാസി കോളനി, നിലയ്ക്കൽ ക്ഷേത്രം, നിലയ്ക്കൽ ട്രൈബൽ സ്കൂൾ, അട്ടത്തോട് ആദിവാസി കോളനി, അട്ടത്തോട് തിരുവാഭരണ പാത, ചാലക്കയം, അങ്ങനെ അവസാനം പമ്പയിലെത്തി നമ്മുടെ യാത്ര അവസാനിക്കുന്നതായിരിക്കും. അതുപോലെ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈൻ ബോർഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം ലാഹയിൽ നിന്നും ശബരിമല വനത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. ശബരിമല പൂങ്കാവനത്തിനുള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ വനത്തിലോ റോഡിൻ്റെ സൈഡിലോ വലിച്ചെറിയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതൊക്കെയും വനത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി, നമ്മുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി, മനുഷ്യൻ്റെ പരിപൂർണ സംരക്ഷണത്തിൻ്റെ ഭാഗമായി തീരേണ്ട ഒരു ആവശ്യകതയാണ്. അതുകൊണ്ട് അത്തരം ദുഷിച്ച പ്രവണതകൾ വനത്തിനുള്ളിലൂടെയുള്ള യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ആന പോലുള്ള മറ്റ് മൃഗങ്ങളൊക്കെ ഭക്ഷിച്ചിട്ട് അത് അവർക്കും ഹാനികരമായി തീരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. വളരെ രസകരമായ ഒരു യാത്ര, അപൂർവമായി നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചകളാണ് ഇതൊക്കെ. വനത്തിൻ്റെ പച്ചപ്പ്, വളരെ സന്തോഷകരമായ അനുഭൂതി പകരുന്ന കാഴ്ചകൾ, വനത്തിൻ്റെ വന്യത, അതുപോലെ വിവിധതരം വൃക്ഷങ്ങൾ, വിവിധതരം ജീവികൾ ഒക്കെ ഈ യാത്രയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ശബരിമലയുടെ ഭാഗമായ തലപ്പാറ കോട്ട കടന്ന് പ്ലാപ്പള്ളിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഏതാനും നിമിഷങ്ങൾ നമ്മൾ എത്തിച്ചേരും. അവിടെ നിന്നും പിന്നെ നമുക്ക് ഇതാണ് പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ. നമുക്ക് യാത്ര വീണ്ടും തുടരാം. ഇപ്പോൾ ജനവാസം കുറവായ എന്ന് പറഞ്ഞാൽ സഞ്ചാരം കുറവായ സമയമായതുകൊണ്ട്, ശബരിമല സീസൺ അല്ലാത്തതുകൊണ്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ അപകടം പതിയിരിപ്പുണ്ട്. വളവുകളിലൊക്കെ മൃഗങ്ങൾ, ആന പോലുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം. സ്പീഡിൽ ചെന്നിട്ട് അതിൻ്റെ മുമ്പിൽ എടുത്തു ചാടിക്കൊടുത്തിട്ട് പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ വാഹനം സ്ലോ ആയിട്ട് ഓടിച്ച് ശ്രദ്ധിച്ച് മുന്നവേ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം, വളവിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ വാഹനം ഓടിക്കുവാൻ. അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾക്കോ ജീവികൾക്കോ പക്ഷികൾക്കോ നമ്മുടെ വാഹനത്തിൻ്റെ സൗണ്ടോ മറ്റ് കാര്യങ്ങളോ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, അമിതമായ ഹോണടിയോ മറ്റ് ബുദ്ധിമുട്ടോ ഉണ്ടാകാത്ത രീതിയിൽ വേണം വനത്തിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്തു പോകാൻ. അല്ലെങ്കിൽ അത് അവരുടെ സ്വൈരജീവിതത്തിന് നമ്മൾ തടസ്സം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അവർക്കൊരുപക്ഷെ അവരുടെ സ്വൈരജീവിതത്തിന് നാം തടസ്സം സൃഷ്ടിച്ചാൽ ഒരുപക്ഷെ അവർക്കും നമ്മളോട് വെറുപ്പ് ഉളവാകാൻ സാധ്യതയുണ്ട്. നമ്മളെ ആക്രമിക്കാനും ഒക്കെ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം വനത്തിനുള്ളിലൂടെ ഉള്ള യാത്ര നമ്മൾ ചെയ്യുവാൻ. വളരെ എന്ത് രസകരമായ യാത്രയായിരിക്കും. നല്ല ഫ്രഷ് എയർ കിട്ടും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഏകദേശം നിലയ്ക്കൽ ആദിവാസി കോളനിയിലേക്ക് പോകുന്ന ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ വഴിയിലൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിലയ്ക്കലുള്ള ഒരു ആദിവാസി കോളനിയിൽ നമുക്ക് എത്താൻ സാധിക്കും. ഉള്ളാട വർഗത്തിൽപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു കോളനി. ഏകദേശം നമ്മൾ ആ കോളനിയിൽ ഈ വഴിയിലൂടെ താഴോട്ട് പോയാൽ മതി. അങ്ങ് ദൂരമായിട്ട് നമുക്ക് നോക്കിയാൽ പുക ഉയരുന്നതായിട്ട് കാണാം. ഇതാണ് ഈ സമയങ്ങളിൽ, ചൂട് സമയങ്ങളിൽ വനത്തിൽ തീ കത്താറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും വനത്തിൻ്റെ സൈഡുകൾ തീ കത്താറുണ്ട്. തീ കത്തിയാൽ അത് മൃഗങ്ങൾക്കും യാത്രക്കാർക്കും ഒക്കെ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചു വേണം ഇതുവഴി യാത്ര ചെയ്യുവാൻ. ഇവിടെ ഈ കോളനി താമസിക്കുന്ന ഉള്ളാട വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗമാണ്. നോക്കിയ വനത്തിൻ്റെ
എന്ത് സൗന്ദര്യം നമ്മൾ ആസ്വദിച്ച് വേണം. ഇനി നമ്മൾക്ക് ഏകദേശം നമ്മൾ നിലയ്ക്കൽ എത്തിക്കഴിഞ്ഞു. നിലയ്ക്കൽ വളരെ ഒരു സമയത്ത് വളരെ പ്രശ്നസങ്കീർണമായ ഒരു സ്ഥലമായിരുന്നു നിലയ്ക്കൽ. പ്രശ്നങ്ങളും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഈ നിലയ്ക്കൽ വളരെ പ്രസിദ്ധമായി. നിലയ്ക്കലിനെക്കുറിച്ച് ഓരോ ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് നിലയ്ക്കൽ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നിലയ്ക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആർക്കിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് തന്നെയാണ്, ഇതാണ് ദൂരെ കാണാൻ പറ്റും മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആർക്കാണത്. ഇതുവഴി ഉള്ളിലോട്ട് കടന്നു വരാൻ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ പിന്നെ നിലയ്ക്കൽ അട്ടത്തോട് ആദിവാസി സ്കൂള് ഇപ്പോൾ ഈയിടയ്ക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്കൂളാണിത്. ഇത് വർഷങ്ങളായി ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ കിലോമീറ്ററുകൾ കണക്കിൽ വനത്തിലൂടെ നടന്നാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരുടെ സ്ഥലത്ത് തന്നെ സർക്കാർ ഒരു നല്ല സ്കൂൾ അവർക്ക് കെട്ടിക്കൊടുത്തു. ആ സ്കൂൾ അവർക്കത് പ്രയോജനകരമായി. അത് ഏറ്റവും അത്യാവശ്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ അട്ടത്തോടിലേക്ക് അടുക്കുകയാണ്. അട്ടത്തോട് ദൂരെ നോക്കിയാൽ നമ്മൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ അട്ടത്തോട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് അകലേക്ക് നോക്കിയാൽ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ മകരജ്യോതി നമുക്ക് ദർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കറക്റ്റ് പോയിൻ്റാണ്. ഇവിടെ നിന്ന് അകലെ നോക്കിയാൽ ആ കുന്നുകളുടെ ആ ഭാഗത്താണ് മകരജ്യോതി ദർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അട്ടത്തോട്. ഇതും ഒരു ആദിവാസി കോളനിയാണ്. അടിവശത്ത് 100-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയാണ് അട്ടത്തോട് ആദിവാസി കോളനി. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിവിധ സമുദായങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ മുമ്പേ മെൻഷൻ ചെയ്തതുപോലെ തിരുവാഭരണ പാത, അട്ടത്തോട് തിരുവാഭരണ പാത. ഈ പാതയിലൂടെയാണ് പാരമ്പര്യമായി തിരുവാഭരണവുമായി ചുമക്കുന്നവർ നടന്നു പോകുന്ന ഒരു തിരുവാഭരണ പാതയാണിത്. ഇത് അട്ടത്തോടാണ്. അട്ടത്തോട് ആദിവാസി കോളനിക്ക് കുറച്ച് ഫ്രണ്ടോട്ട് വരുമ്പോഴാണ് ഇവിടെയാണ് ഇത് തിരുവാഭരണം ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷമാണ്, വിശ്രമിച്ചതിന് ശേഷമാണ് ഇവിടുന്ന് കാനന പാതയിലൂടെ ഈ താഴോട്ടുള്ള പാതയിലൂടെ നടന്ന് അങ്ങ് പമ്പയിലെത്തുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ നമ്മുടെ കാടുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. കാടുകളെ ഒരിക്കലും നശിപ്പിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യജീവൻ്റെ ഉറവിടം തന്നെ, അതോടെ നിലനിൽപ്പ് തന്നെ നമ്മുടെ ഈ കാടുകളാണ്. ജീവൻ്റെ സ്രോതസ്സായ ഓക്സിജൻ്റെ നിലയ്ക്കാത്ത കലവറകൾ കൂടിയാണ് കാടുകൾ. അതിനെ നശിപ്പിക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും ചുമതലയാണ്. അതുകൊണ്ട് കാടിൻ്റെ ഒരു പച്ചല പോലും പറിച്ച് കാടിനെ നശിപ്പിക്കാതെ കാടിനെ സംരക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മനുഷ്യകുലത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കാടിനെ എത്രത്തോളം നശിപ്പിക്കുന്നുവോ അത്രത്തോളം മനുഷ്യ ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. അത് കാടിലുള്ള മൃഗങ്ങളൊക്കെ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങാൻ പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ കാടുകളിലുള്ളിൽ കയറി അവിടെ സ്വൈര ജീവിതത്തെ തടസ്സപ്പെടുത്തി വലിയ ബിൽഡിങ്ങുകളും വലിയ കെട്ടിടങ്ങളൊക്കെ പണിതിട്ട് അല്ലെങ്കിൽ പാർക്കുകളൊക്കെ പണിത് അത് ആ ശബ്ദമുണ്ടാക്കി മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവരുടെ സ്വൈര ജീവിതത്തെ തകർക്കുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളെ ശല്യപ്പെടുത്താൻ തയ്യാറാകുന്നത്. ഇത് നമ്മൾ ഏകദേശം ചാലക്കയം എത്തിയിരിക്കുന്നു. മുമ്പ് ഇവിടെയായിരുന്നു വാഹനങ്ങളൊക്കെ ഒത്തിരി പാർക്ക് ചെയ്തിരുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ പല ഇഷ്യൂസ് ഉണ്ടായതിനു ശേഷം നിലയ്ക്കൽ പാർക്കിംഗ് സൗകര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട നിലയ്ക്കൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മുമ്പ് ഇവിടെയായിരുന്നു പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം നമ്മൾ പമ്പയോട് അടുത്തിരിക്കുകയാണ്. ഇപ്പം ചാലക്കയം ആ വളവാണിത്. ഇവിടെ ശബരിമലയ്ക്ക് പോയവർക്കൊക്കെ അറിയാം, ഇത് ചാലക്കയം വളവാണ്. ആ വളവ് തിരിഞ്ഞ് കുറച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പമ്പയിൽ നമുക്ക് എത്താൻ സാധിക്കും. എന്ത് രസമാണെന്ന് നോക്കുക. ഏകദേശം നമ്മൾ പമ്പ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ എന്ത് ശൂന്യമായിരിക്കുന്നു. ഒരു സമയത്ത് ഒരു സൂചി കുത്താൻ ഇടമില്ലാതെ, സീസൺ സമയത്ത് ഇവിടെ ഒന്ന് കാല് കുത്താൻ സ്ഥലമില്ലാതെ വലിയ ജനത്തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ എന്ത് ശൂന്യമായി, പമ്പ ബസ് സ്റ്റാൻഡ് വളരെ ശൂന്യമായിരിക്കുന്ന അവസ്ഥ. നമുക്ക് പമ്പ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് പമ്പയിലേക്ക് അടുക്കാം.
നമ്മൾ ഏകദേശം പമ്പയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ പോയിട്ടില്ലാത്തവർ പമ്പ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ, പമ്പ എന്ന് കേട്ടിട്ടുള്ളവരൊക്കെ പമ്പയിൽ പോയിട്ടില്ലാത്തവർക്ക് പമ്പ കാണാൻ ഒരു അവസരം കൂടിയാണിത്. ഇത് നമ്മൾ ഏകദേശം പമ്പയിലെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി. ഏകദേശം പമ്പയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ദൂരെ മണികണ്ഠൻ്റെ ഒരു പ്രതിമ, പൂർണ്ണകായ പ്രതിമ, പുലിപ്പുറത്തിരിക്കുന്ന ഒരു പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആ തീരത്തേക്ക്, പമ്പയുടെ ഈ അവസാന പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. എല്ലാവരും കാണുക, ഇതാണ് പമ്പ. പമ്പ ബസ് സ്റ്റാൻഡിലെത്തി. പമ്പയിലെ കാണുന്ന കെട്ടിടങ്ങളൊക്കെയാണിത്. പമ്പ തീരമാണിത്. അവിടെ ഇതുവഴി സൈഡിൽ കൂടിയാണ് ഗണപതി ക്ഷേത്രത്തിലേക്കും ശബരിമലയ്ക്കും പോകുന്നത്. ഇപ്പോൾ ആൾ ഇല്ലാത്തതുകൊണ്ട്, സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് മേളിലോട്ട് കയറ്റി വിടത്തില്ല. അതുകൊണ്ട് നമുക്ക് ശബരിമല ആ റൂട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. പമ്പ ഇവിടെ വരെ നമുക്ക് പോകാൻ പറ്റും. മുകളിലോട്ട് സീസൺ സമയത്ത് മാത്രമേ കയറ്റി വിടാൻ പറ്റൂ. അഥവാ കയറിപ്പോയാലും തിരിച്ചു വരുമെന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. മൃഗങ്ങളുടെ വിരഹ കേന്ദ്രം കൂടിയാണ് ആ മേഖല മുഴുവൻ. കാരണം പമ്പ നദിയാണ്, വറ്റി വരണ്ട ഒരവസ്ഥയാണ് പമ്പ നദി ഇപ്പോൾ. കാരണം ഒരു നല്ല രീതിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പമ്പ വേനൽ ചൂടിനാൽ വറ്റി വരണ്ട് ഇപ്പോൾ ആ പഴയ പ്രതാപമൊക്കെ ഇല്ലാത്ത ഇങ്ങനെ നിൽക്കുക. എങ്കിൽ പോലും പമ്പയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവൾ പുണ്യ നദിയാണ്. പമ്പയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോഴും പലരും ഈ പമ്പാ നദിയിൽ വന്ന് കുളിക്കുവാൻ കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്താറുണ്ട്. പമ്പയുടെ ആ ഒരു സൗന്ദര്യം നമ്മൾ കാണാം. ഒരു സീസൺ സമയത്ത് ഇവിടുന്ന് കാലുകുത്താൻ നമുക്ക് പറ്റില്ല. നിറച്ച് ജനസമുദ്രമായിരിക്കും ഇവിടെയൊക്കെ. കുളിക്കുവാനും എല്ലാത്തിനും, പമ്പ സ്നാനം ചെയ്യാനൊക്കെ അനേക ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു കൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പമ്പ. പമ്പ മുഴുവനായി കാണാത്തവർക്ക് കാണാം. നമ്മൾക്ക് തിരിച്ചു പോകേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പമ്പ. പമ്പ തകർന്നതിന് ശേഷം പിന്നീട് നിർമ്മിച്ച പാലമാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രളയത്തിന് ശേഷം നിർമ്മിച്ച പാലം, പ്രളയത്തിന് ശേഷമുള്ള കാഴ്ചകൾ. നമുക്ക് തിരിച്ചു പോകേണ്ട സമയം, നമ്മൾക്ക് പമ്പയൊക്കെ കണ്ടു. നമ്മളിനി തിരിച്ച് പോവുകയാണ്. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.